38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്, സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. കുളത്തിലിറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ച് കർത്താവിന് പറയാനുണ്ട്, നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ, നിന്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചോ, നിന്റെ ചിന്തയൊക്കെ മാറ്റിവെച്ചോ. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട്. വാഗ്ദത്തമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. വാഗ്ദത്തമുള്ളവർക്കെല്ലാം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വാഗ്ദത്തമുള്ള അബ്രഹാമിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. വാഗ്ദത്തമുള്ള ഇസഹാക്കിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. വാഗ്ദത്തമുള്ള യാക്കോബിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് പീരീഡുകളൊന്നും ഒരു വേസ്റ്റിംഗ് ടൈം ആയിരുന്നില്ല. ആ വെയിറ്റിംഗ് പീരീഡുകളെല്ലാം അവരോടുള്ള ബന്ധത്തിൽ വലിയ വിജയമാക്കി ദൈവം മാറ്റി. ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താണ് അവർ കേട്ട വാഗ്ദത്തം? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായിരുന്നു വാഗ്ദത്തം. ഞാൻ പറയട്ടെ, ആ ഒരു വാഗ്ദത്തം യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം, കർത്താവിന്റെ കാൽവറി മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആ വാഗ്ദത്തത്തിന് വേണ്ടി ജെറുസലേം വിട്ടുപോകാതെ അവർ കാത്തിരുന്നു. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അവരത് വിശ്വസിച്ചു. പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിക്കണം. സാഹചര്യം കണ്ട് മാറിപ്പോകരുത്. ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് മാറിപ്പോകരുത്. ഇസഹാക്ക് ഗെരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇസഹാക്കെ, നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട്, അതൊത്തിരി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്തം. നിന്നെ കുറച്ചു കളയുമെന്നല്ല, നിന്നെ തീർത്തു കളയുമെന്നല്ല, നിന്നെ തകർത്തു കളയുമെന്നല്ല, നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്തം. ഇസഹാക്കിനോട് പറയുന്നു, ക്ഷാമം കണ്ടോണ്ടോ, മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്തത്തിൽ സംശയിക്കരുത്. ഇസഹാക്ക്, വേദപുസ്തകം പറയുന്നു, അതനുസരിച്ച് ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ നോക്കി പറയുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ചെങ്കടൽ രണ്ടാക്കുന്നവനാണ്, ഞാൻ വഴികൾ തുറക്കുന്നവനാണ്. യേശു കർത്താവ് ബെഥേസ്ത എന്ന കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ, ബെഥേസ്ത കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയാണ്, കർത്താവേ, എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ചിന്തയിൽ, അവന്റെ നിരൂപണത്തിൽ, അവന്റെ വിശ്വാസത്തിൽ കുളത്തിലിറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. ആ 38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്, സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. കുളത്തിലിറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ച് ഇന്ന് വരെ, ആ നിമിഷം വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. ആ സെക്കൻഡ് വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. കുളത്തിലിറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ, നിന്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചോ, നിന്റെ ചിന്തയൊക്കെ മാറ്റിവെച്ചോ. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട്. വാഗ്ദത്തമുള്ളവന് ഒരു കാത്തിരിപ്പുണ്ട്.
വാഗ്ദത്തമുള്ളവൻ ചിലത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. മഹാപ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നു. ആ മഹാപ്രതിഫലത്തിനായി കാത്തിരുന്നേ പറ്റുള്ളൂ. യേശുവിന്റെ വരവിനാ വേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. ആ കാത്തിരിപ്പ് ഒരിക്കലും തകർച്ചയാകില്ല. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കാത്തിരുന്നവൻ കുളത്തിലെ സൗഖ്യമാണ് കാത്തിരുന്നത്. പക്ഷെ സൗഖ്യം നടന്നത് കരയിലാണ്, കുളത്തിലല്ല. സൗഖ്യം നടന്നത് കരയിലാണ്. പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും.